ഹായ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ആലു പൊറോട്ട എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഞാനിതിനകത്ത് രണ്ട് രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒട്ടും സമയം കളയാനില്ല. നമുക്ക് ഈ ആലു പൊറോട്ട എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം പൊട്ടറ്റോ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉരുളൻകിഴങ്ങ് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 ഉരുളൻകിഴങ്ങാണ്, ഒരു മീഡിയം വലുപ്പത്തിലുള്ളത്. അതൊന്ന് രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ടുണ്ട്. അപ്പോൾ മുറിക്കുന്നതിന് മുന്നേ ഈ ഉരുളൻകിഴങ്ങ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വേണം നമ്മൾക്ക് ഇതേപോലെ കുക്കറിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ ഉരുളൻകിഴങ്ങ് വേവാൻ ആവശ്യമായിട്ടുള്ള ഒരു 2 കപ്പ് അളവിലുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം വേണം നമുക്ക് കുക്കർ അടച്ചു കൊടുക്കാൻ. അപ്പോൾ ഈ കുക്കറിൽ ഒരു 3 വിസിലുണ്ടെങ്കിൽ മാത്രമേ ഇത് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് 3 വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ചിലരുടെ കുക്കറിൽ 2 വിസിലൊക്കെ മതിയാവട്ടെ. അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം നമുക്ക് വിസിലിൻ്റെ എണ്ണം കറക്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് 3 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ ചൂടാറുമ്പോഴേക്കും പൊറോട്ടയ്ക്കുള്ള മാവ് കുഴച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിലുള്ള സൺഫ്ലവർ ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ 1/2 കപ്പ് അളവിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 സെയിം കപ്പ് തന്നെയാണ്. 2 കപ്പ് അളവിലുള്ള ഗോതമ്പ് പൊടിയാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും വെള്ളത്തിലേക്ക് വേണം കേട്ടോ നമ്മൾ ഇതേപോലെ പൊടികൾ ഇട്ട് കൊടുക്കാൻ. അത് എന്ത് നമ്മൾ ഗോതമ്പ് പൊടി ആവട്ടെ, അരിപ്പൊടി ആവട്ടെ, മൈദപ്പൊടി, റവ എന്ത് തന്നെയാണെങ്കിലും നമ്മൾ പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വെള്ളത്തിലേക്കാണ് പൊടിയിട്ട് കുഴച്ച് കൊടുക്കേണ്ടത്. അപ്പം നമ്മൾക്ക് ഒരു 5 മിനിറ്റിൻ്റെ ജോലി അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു 10 മിനിറ്റൊക്കെ വേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ വേറെ ഒരു ഇതുണ്ട്, നമ്മൾ പുട്ടുണ്ടാക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ പുട്ടിലേക്കാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മളുടെ പണി വളരെ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ കൈയൊന്നും അധികം വൃത്തികേടാവില്ല. അതല്ലെങ്കിൽ ഇങ്ങനെ ആകെ ഇങ്ങനെ കുഴഞ്ഞോണമൊക്കെ ആയിപ്പോകും. അതുപോലെ തന്നെ നമ്മൾ ആദ്യം ഒന്ന് ഈ കയ്യിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം വേണം നമ്മൾ കൈ വെച്ച് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കുഴച്ച് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിൻ്റെ എത്രത്തോളം നമുക്കത് എളുപ്പം നമുക്ക് അങ്ങനെ ചെയ്താൽ കിട്ടും എന്നുള്ളത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അളവാണ്. അതായത് ഇപ്പോൾ ഒരു 1/2 കപ്പ് അളവിന് നമ്മൾക്ക് ഒരു 4 ചപ്പാത്തി അതല്ലെങ്കിൽ ഒരു 2 ഗ്ലാസ് അളവിലുള്ള ഗോതമ്പ് പൊടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. അതിനുശേഷം നമുക്കിത് എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ നമ്മൾക്കിത് എപ്പോഴും ആവശ്യമുള്ളതല്ലേ. അപ്പോൾ ആ കണക്ക് നമ്മൾക്ക് അത് എപ്പോഴും നമുക്ക് അതിൻ്റെ അളവ് നമുക്ക് അറിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ വേസ്റ്റ് ആവുകയുമില്ല. നമ്മളുടെ ഭക്ഷണങ്ങൾ ഒട്ടും വേസ്റ്റ് ആവില്ല. നമുക്ക് കറക്റ്റ് കണക്കനുസരിച്ച് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ പോയിൻറ്റ്സൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. കണ്ട കൈയൊക്കെ എത്ര ക്ലീൻ ആയിട്ടിരിക്കണമെന്ന് നോക്കി. അപ്പോൾ നമ്മൾക്ക് ഇതേപോലെ ചെയ്തെടുത്താൽ വളരെ എളുപ്പമാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്കിത് മാവ് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിരിക്കണം ഈ മാവ്. അപ്പോൾ നമ്മളുടെ കൈ മാത്രമല്ല ഈ നമ്മൾ കുഴയ്ക്കുന്ന ഈ ബൗളും നല്ല ക്ലീൻ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നേരെ മറിച്ച് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാനിതൊക്കെ പറയുന്നത് ബിഗിനേഴ്സിനോടാണ് കേട്ടോ. അറിവുള്ളവർ ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളവും മാവും ഒക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഉരുളൻകിഴങ്ങ് നമുക്ക് നോക്കാം. അപ്പോൾ ഉരുളൻകിഴങ്ങ് ഇതേപോലെ ഒന്ന് ഇൻസർട്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഇതിൻ്റെ നമുക്ക് ആ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഇത് അധികം ചൂട് ആറണതിന് മുന്നേ തന്നെ ഇതിൻ്റെ ആ തൊലിയൊക്കെ കളയാൻ നോക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇതേപോലെ നന്നായിട്ടൊന്ന് മാഷ് ചെയ്യണമെങ്കിലും അതിൻ്റെ ആ നേരിയ ചൂടോട് കൂടിയാണെങ്കിൽ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും. അപ്പോൾ ഇതേപോലെ ഒരു ഫോർക്ക് ഉണ്ടെങ്കിൽ ഫോർക്ക് തന്നെ വേണമെന്നില്ല, നമ്മൾക്ക് എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ടത് ഉടഞ്ഞ് കിട്ടിക്കോളും. ഇനി എന്തെങ്കിലും ഉടയാതൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതേപോലെ മസാല ഉണ്ടാക്കുന്ന സമയത്ത് നന്നായിട്ടത് നമുക്ക് ഉടച്ചെടുക്കാം. ഇനി നമുക്ക് മസാല ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് 1.5 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലായാലും മതി. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റ് നമുക്ക് സൺഫ്ലവർ ഓയിലായിരിക്കും. അതിലേക്ക് നമ്മൾ ഒരു ചെറിയ പീസ് ഇഞ്ചി നന്നായിട്ട് അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ നമ്മളിത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇതിനകത്തേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നതൊക്കെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. സവാള ആവട്ടെ പച്ചമുളകാവട്ടെ എല്ലാനും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക.
അപ്പോൾ കൂട്ടത്തിൽ തന്നെ ഒരു തണ്ട് കറിവേപ്പില അതും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി എടുത്തിരിക്കുന്നത് 2 പച്ചമുളകാണ്. അപ്പോൾ നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ 3 ഉരുളൻകിഴങ്ങിന് 2 പച്ചമുളക് എന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്കിവിടെ കറക്റ്റാണ് എരിവ്. അപ്പോൾ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള, അതും ചെറുതായിട്ട് തന്നെയാണ് നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ സവാളയ്ക്കും ഇഞ്ചിക്കും ഒക്കെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ അങ്ങോട്ട് എല്ലാം ചേർത്ത് ഫുള്ളായിട്ട് ഇടണ്ട, ആവശ്യത്തിന് നമുക്ക് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത സവാളയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇത്ര മതി. അപ്പോൾ നേരിയതായിട്ടൊന്ന് കളറൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിലുള്ള ചെറുജീരകം, അതൊന്ന് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ഇത്തിരി കൂടി കൂടിയാലും കുഴപ്പമില്ല, 1/2 ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല, മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മഞ്ഞൾപ്പൊടി നന്നായിട്ട് മൊരിഞ്ഞണം. മൊരിഞ്ഞതിന് ശേഷം നമ്മൾ മാഷ് ചെയ്ത് വെച്ചിരുന്ന ഉരുളൻകിഴങ്ങ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ആ ഉരുളൻകിഴങ്ങിൽ ഏതെങ്കിലും നമുക്ക് ഉടയാതെ കിടക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് അത് പ്രസ് ചെയ്ത് നന്നായിട്ട് അത് ഉടച്ചെടുക്കണം. അപ്പോൾ ഇതിനകത്ത് തരികളൊന്നും ഉണ്ടാവാൻ പാടില്ല. അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. അപ്പോൾ നമ്മൾ ഉരുളൻകിഴങ്ങിൽ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ, അപ്പോൾ അതിനനുസരിച്ച് ഉപ്പൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഈ കയ്യിൽ കറക്റ്റ് ആവുന്നില്ല, അപ്പോൾ നമുക്ക് വേറൊരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ കുറച്ച് കുഴിയുള്ളൊരു കയ്യിലാണെങ്കിൽ നമുക്ക് ഇതേപോലെ പ്രസ് ചെയ്ത് അതിങ്ങനെ അതിൻ്റെ അകത്തുള്ള തരികളുണ്ടെങ്കിൽ ഉടച്ചെടുക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ എല്ലാവരും ഉടഞ്ഞെന്ന് ഉറപ്പ് വരുത്തുക. ഉപ്പൊക്കെ നോക്കുക. അപ്പോൾ ഉപ്പ് ഞാൻ നോക്കിയപ്പോൾ കറക്റ്റ് ഉപ്പ്, കറക്റ്റ് എരിവ് എല്ലാം കറക്റ്റാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഫൈനലി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട ഒരു സംഭവം കൂടി ഉണ്ട്, മല്ലിയില. അപ്പോൾ മല്ലിയിലയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാന നമുക്ക് ആ ഫ്ലേവർ കിട്ടുന്നത്. അപ്പോൾ മല്ലിയിലയുടെ അളവ് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ കൈവശമുള്ള മല്ലിയിലയുടെ അനുസരിച്ച് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു കൈപ്പിടിയോളമുള്ള മല്ലിയിലയാണ് ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. അതും ചെറുതായിട്ട് നമുക്കൊന്ന് അരിഞ്ഞതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ചൂട് നമുക്കിനി ചപ്പാത്തിക്കുള്ള മാവ് കുഴക്കുമ്പോഴേക്കും ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ടാവും. അപ്പോൾ ആറിയതിന് ശേഷം വേണം നമ്മൾക്ക് അതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ കുഴച്ച് വെച്ചിരുന്ന ചപ്പാത്തി ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. വീണ്ടും നന്നായിട്ട് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് സോഫ്റ്റ് ആവണം. അപ്പോൾ നമ്മൾക്കിതൊരു 4 പൊറോട്ടയ്ക്കുള്ള മാവാണ് നമുക്കിതുള്ളത്. അപ്പോൾ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നതിനേക്കാളും ഒരല്പം വലുപ്പത്തിലായിട്ടാണ് നമ്മളിത് ഉരുട്ടിയെടുക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് 2 മെത്തേഡിൽ ഞാനിത് കാണിക്കുന്നുണ്ട്. അപ്പോൾ 3 എണ്ണം സാധാ നമ്മൾ ചെയ്യാറുള്ള പോലെയും പിന്നെ 2 ചെറുനാരങ്ങയുടെ ഒക്കെ വലുപ്പത്തിലുള്ള 2 നമ്മൾ ചെറിയ ചപ്പാത്തി ഉണ്ടാക്കൂലേ, ആ രൂപത്തിലും ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് വലിയതായിട്ട് നമുക്ക് ചെയ്ത്, അപ്പോൾ 3 എണ്ണം വലുതും 2 എണ്ണം ചെറുതുമാണ്. അപ്പോൾ നമുക്ക് ആ 2 എണ്ണം ചെറുത് വെച്ചിട്ട് നമുക്ക് ആദ്യം പൊറോട്ട ഉണ്ടാക്കാം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ആദ്യം തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതേപോലെ ഒരു ഉരുളി എടുത്തിട്ട് ആദ്യം ഒന്ന് പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ തന്നെ, ഒട്ടും വ്യത്യാസമില്ലല്ലോ. മാവ് നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുന്നതിലാണ് കാര്യം. ഇപ്പോൾ നന്നായിട്ട് തന്നെ പരന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഈ രീതിയിൽ ഉണ്ടാക്കുന്നതിന് 2 ചപ്പാത്തി പോലെ വേണം നമുക്ക്. അപ്പോൾ ഒരെണ്ണം നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. നല്ല തിന്നായിട്ട് തന്നെ നമുക്കിത് പരത്തിയെടുക്കാം കേട്ടോ. അടുത്തതും പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന രീതിയിൽ തന്നെയാണ്. അപ്പോൾ നമുക്കത് അത്ര ബുദ്ധിമുട്ടില്ല. അതേ രൂപത്തിൽ നമുക്ക് ഏകദേശം സിമിലറായിട്ടുള്ള 2 ചപ്പാത്തി നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തേതിൽ നമുക്കിതിനകത്ത് ഫില്ലിങ് വെച്ച് കൊടുക്കാം. 1 സ്പൂൺ അളവിലുള്ള ഫില്ലിങ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അങ്ങോട്ട് പരത്തി കൊടുക്കുക.
ഉണ്ട്. സെയിം ഒരേ അളവ് തന്നെ ആയതുകൊണ്ടും അത് നമുക്കൊന്ന് ചുറ്റും ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പ്രസ് ചെയ്ത് ചെയ്യണതിൽ കാര്യമില്ല, നമുക്ക് ഇനി നമ്മൾ റോളർ വെച്ചിട്ട് നന്നായിട്ട് അത് അങ്ങോട്ട് പ്രസ് ചെയ്ത് പരത്തി കൊടുക്കുക. അപ്പോൾ പൊട്ടു എന്നുള്ള പേടിയൊന്നും വേണ്ട. നമ്മൾ കറക്റ്റ് അളവും മാവിൻ്റെ അതിനകത്ത് ഒഴിച്ചിരിക്കുന്ന വെള്ളത്തിൻ്റെയൊക്കെ അളവ് കറക്റ്റ് ആയതുകൊണ്ട് നമുക്കിത് പൊട്ടിപ്പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട. ധൈര്യമായിട്ട് അങ്ങോട്ട് പരത്താം. അപ്പം അതിൻ്റെ ആ എൻഡ് ഭാഗത്തൊക്കെ നന്നായിട്ട് അതങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതങ്ങോട്ട് യോജിച്ച് വരണം. കുറച്ച് ഹെവി ഒന്നും അല്ല കേട്ടോ ഇത്. നമുക്ക് ഒന്നോ രണ്ടോ ഒക്കെ നമുക്ക് കഴിക്കാം. അധികം ഹെവി ആയിട്ടല്ല ഞാൻ എടുത്തിരിക്കുന്നത്. സാധാ നമുക്ക് ചപ്പാത്തി കഴിക്കുന്ന അതേ ഇതുപോലെ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ഇത്രേ ഉള്ളൂ. കണ്ട നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഷേപ്പിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, എന്നാലും നമുക്ക് ഒരുവിധം ഷേപ്പൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ അപ്പോൾ നമുക്ക് ചൂടാക്കാനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചൂടായ പാനിലേക്ക് വേണം നമ്മളിത് ഇതേപോലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു മിനിറ്റ് ആകുമ്പോൾ നമുക്ക് ഇതേപോലെ മറിച്ചിടാം. അപ്പോൾ നമ്മളൊരു 2-3 പ്രാവശ്യം നമ്മൾ തിരിച്ചും മറിച്ചും ഇടണം കേട്ടോ. അതൊന്നും ഞാൻ ഇന്നത്തെ കാണിക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തിരിച്ചും മറിച്ചിട്ടാൽ മതി. അപ്പോൾ ഇതിങ്ങനെ ബോൾ പോലെ പൊന്തും. അധികം ഇങ്ങനെ അങ്ങോട്ട് ബോളാവില്ല, എന്നാലും ഇത് വേണ്ട നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ശരിക്കും ഇത് നന്നായിട്ട് തന്നെ പൊന്തി വന്നിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുക്കുക. കണ്ടോ നന്നായിട്ട് മൊരിഞ്ഞും വന്നിട്ടുണ്ട്, നന്നായിട്ട് തന്നെ പൊന്തി വന്നിട്ടുണ്ട്. ഉണ്ടെങ്കിൽ ഒന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് നെയ്യുണ്ടെങ്കിൽ നെയ്യൊന്ന് തടവി കൊടുത്താൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാനിവിടെ കുറച്ച് സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഞാനൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നത്. നെയ്യാവുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കൂടും നമുക്ക്. അതുപോലെ നമുക്ക് ഈ വശം ഒന്ന് കുറച്ചൊന്ന് തൂത്ത് കൊടുക്കാം. ഉണ്ടാവും ബോൾ പോലെ പൊന്തി വരണണ്ട. ഇത്ര മതി. ഇനി നമുക്ക് ആദ്യം ഉണ്ടാക്കിയത് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത മെത്തേഡ് കാണിച്ചു തരാം. അപ്പം അതിനായിട്ട് നമുക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ചപ്പാത്തിനേക്കാളും കുറച്ചും കൂടി വലിപ്പത്തിലാണ് നമ്മളിത് ഉള്ള മാവാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതൊന്ന് നമ്മളിത് അധികം തിന്നായിട്ട് പരത്തരുത്, കുറച്ച് തിക്കായിട്ട് തന്നെ രീതിയിൽ നമ്മൾ എടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. കണ്ടോ കുറച്ച് തിക്കാണിത്. അതിന് ശേഷം നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവിലുള്ള പൊട്ടറ്റോ മസാല ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടി അങ്ങോട്ട് കൂട്ടിപ്പിടിച്ച് അങ്ങോട്ട് യോജിപ്പിച്ചാൽ മതി. അപ്പോൾ എക്സസ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് അതിൽ നിന്ന് ആ മാവ് കുറച്ച് മാറ്റിക്കളയാം. പക്ഷേ എനിക്കിത് കറക്റ്റാണ്. ഇത് തന്നെ അങ്ങോട്ട് യോജിപ്പിച്ച് വെച്ചിട്ട് നല്ല ബോൾ പോലെ കയ്യിൽ വെച്ചൊന്നും അങ്ങോട്ട് ഉരുട്ടിയാൽ കറക്റ്റ് ആയിക്കോളും. അത് കണ്ട ഈ ഭാഗം പോലെ തന്നെ നമ്മൾക്ക് മറുഭാഗവും ആവണ രീതിയിൽ ഒന്ന് കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടിയാൽ മതി. അതിന് ശേഷം പൊടി ഇങ്ങനെ നമ്മൾ തൂളി കൊടുക്കുമ്പോൾ അധികം പൊടി ആവാൻ പാടില്ല കേട്ടോ. നമ്മളുടെ പാനിൽ അങ്ങോട്ട് പെട്ടെന്ന് കരിഞ്ഞ് പിടിക്കും. അതിന് ശേഷം പരത്തി കൊടുക്കുക. ഉണ്ടോ വളരെ ഈസിയാണ്. നമുക്ക് പേടിക്കാണ്ട് തന്നെ അങ്ങോട്ട് പരത്തിയാൽ മതി. പൊട്ടിയൊന്നും പോകില്ല. കറക്റ്റാണ്. നമ്മളുടെ കറക്റ്റ് അളവിൽ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ഇതുപോലെ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ പൊട്ടിപ്പോകാണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഒന്ന് അധികം അങ്ങോട്ട് ബലം കൊടുത്ത് പ്രസ് ചെയ്യാണ്ടിരുന്നാൽ മാത്രം മതി. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ പരമാവധി കുറച്ച് തിന്നാക്കാനായിട്ട് നമുക്ക് നോക്കാം. കുറച്ച് തിക്കായിട്ട് വന്നാൽ ഒരുപാട് നമുക്ക് അത് കഴിക്കാൻ നേരത്ത് ഒരുപാട് ഹെവി ആയിട്ട് നമുക്ക് തോന്നും. ഇത് വളരെ സോഫ്റ്റായിട്ട് വളരെ തിന്നായിട്ടാണ് നമുക്ക് ഇത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് പാനിലേക്ക് ഇടുന്ന സമയത്ത് ഇതിനകത്ത് ആ മേലെയുള്ള പൊടി, ആ എക്സസ് ആയിട്ടുള്ള പൊടി ഒന്ന് തൂത്തതിന് ശേഷം നമുക്ക് പാനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു അരമിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും നമുക്കിതൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഒരു 2-3 പ്രാവശ്യം ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ പ്രസ് ചെയ്താൽ ഇങ്ങനെ പൊന്തി വരും. കണ്ടോ സൂപ്പറായിട്ട് പൊന്തി വരണേണ്ട. അപ്പോൾ നമ്മളുടെ ഈ കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഇതിങ്ങനെ പൊന്തി വരും. കണ്ടോ ബോൾ പോലെ തന്നെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ടതിന് ശേഷം ഇതിനകത്തും കുറച്ച് സൺഫ്ലവർ ഓയിൽ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. എത്ര പെർഫെക്റ്റായിട്ട് നോക്കി കിട്ടിയെന്ന് നോക്കി.
അപ്പോൾ എല്ലാനും നമ്മൾ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. എത്ര പെർഫെക്റ്റായിട്ട് നമുക്ക് വളരെ ഈസിയിൽ നമ്മളിത് തയ്യാറാക്കി എടുത്തു നോക്കിയേ. ഇപ്പം നമ്മളെടുത്ത 4ഉം നമുക്ക് നല്ല ഭംഗി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം തയ്യാറാക്കിയതാണിത്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരല്പം തൈരോ അതല്ലെങ്കിൽ ഒന്നും വേണ്ട ഇത്തിരി അച്ചാറുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. കാരണം ഇതിന് ഓൾറെഡി ഇതിൻ്റെ ഫില്ലിങ്സ് ഉണ്ടല്ലോ. അപ്പോൾ തന്നെ നമുക്ക് വേറെ കറികളൊന്നും ഇല്ലെങ്കിലും നമുക്ക് സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റും. കണ്ട നല്ല ഇതിൻ്റെ സ്റ്റഫ് നോക്കി, ഇത്ര സൂപ്പറാണ് നോക്കി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ.